കൂട്ടുകാരെ, ഇപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബിസിയാണ് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ആരും ചോറ് കഴിക്കാറില്ല. ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ വൈകുന്നേരം ലൈറ്റായിട്ട് ദോശയോ ചപ്പാത്തിയോ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൂടുതലും കഴിക്കുന്നത്. കൂടുതലല്ല, മിക്ക ദിവസം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി പൂ പോലത്തെ പാലപ്പവും അതിൻ്റെ കൂട്ടത്തിൽ സ്ഥിരം മുട്ടക്കറിയും ഉള്ളിക്കറിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റൂ ആണ്. ചിക്കൻ സ്റ്റൂ അല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ ഇല്ലായിരുന്നു, തീർന്നു പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് സ്റ്റൂ ആണ്. അപ്പം അതിന് വേണ്ട നേരത്തെ തന്നെ ഞാൻ ഓൾറെഡി മുട്ട എടുത്ത് പുഴുങ്ങാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാവിൽ കുറച്ച് ഉപ്പിട്ട് ഇത്തിരി പഞ്ചസാരയിട്ട് ഞാൻ ഇളക്കി വെച്ചു. ഓൾറെഡി പൊങ്ങി മാവ് തന്നെയായിരുന്നു അത്. പിന്നെ എനിക്ക് നേരത്തെ ഉണ്ട് എന്തെങ്കിലും കറി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ തന്നെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി എല്ലാം ഗ്യാസിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പം എഗ് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പക്ഷെ കുറച്ച് പണിയാണ്. കാരണം എന്ന് വെച്ചാൽ എഗ് സ്റ്റൂവിൽ നമ്മൾ തേങ്ങാപ്പാൽ ആണല്ലോ ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരുകി ഞാൻ നേരത്തെ എടുത്ത് വെച്ചു. എന്നിട്ട് അതിന് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുക്കണം. അപ്പോൾ ഇത്തിരി പണിയാണത്. അതുകൊണ്ട് തന്നെ മെനക്കേടാണ്. പക്ഷെ മെനക്കെട്ടാലും നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മുട്ട റെഡിയായി പുഴുങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് വെള്ളം ഒഴിച്ച് തന്നെ പെട്ടെന്ന് 2-3 വെള്ളം തണുത്ത വെള്ളം ഒഴിച്ച് ഞാൻ റെഡിയാക്കി പെട്ടെന്ന് ഇളക്കി അങ്ങ് വെച്ചു. അങ്ങനെ അടുപ്പിൻ്റെ കീഴിൽ എല്ലാ കറി ഉണ്ടാക്കാനുള്ളതും പാലപ്പത്തിനുള്ളതും എല്ലാം സെറ്റാക്കി വെച്ചു. കാരണം എന്ന് വെച്ചാൽ 2 ഗ്യാസിലോട്ട് മാറി മാറി നിന്ന് ഒറ്റയടിക്ക് തന്നെ എല്ലാം ചെയ്യാലോ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പം വൈകിട്ട് എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എൻ്റെ പരിപാടി. 8:30 മുന്നേ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട്, 8:30 അല്ല, ഓൾമോസ്റ്റ് 8 മണിക്ക് മുന്നേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ടിവിയുടെ ഫ്രണ്ടിലിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. അപ്പം എക്സ്ട്രാ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ പാലപ്പവും ചുട്ടുവരാം. അപ്പോൾ സൈമൾട്ടേനിയസ്ലി എനിക്ക് 2 കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയൊക്കെ പാൻ എടുത്ത് വെച്ച് വെളിച്ചെണ്ണയും മസാല കറുവപ്പട്ടയും ഒക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് ആവശ്യത്തിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ചതച്ച് മുളകും, ആവശ്യമുള്ള മുളകും, കാരണം മുളകുപൊടി ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മളപ്പം, പാകത്തിലുള്ള മുളകും ഉള്ളിയും ഒക്കെ ഇട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു 6 പേർക്ക് കഴിക്കാൻ വേണ്ടി സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും അരിഞ്ഞ് വഴറ്റി അതിന് വേണ്ട മസാല കൂട്ടിനായിട്ട് നമ്മൾ പെരുജീരകവും അതുപോലെ തന്നെ ഉപ്പും ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് വേവിക്കും. വെള്ളത്തിലല്ല ഇത് വേവിച്ചത്, ഞാൻ 2ാം പാലെടുത്ത് ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ കടകളിൽ നമുക്ക് തേങ്ങാപ്പാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പൗഡർ കിട്ടും, പക്ഷെ അത് നമുക്ക് അത്ര ഹെൽത്തി അല്ല. എപ്പോഴും നമ്മൾ അല്ലാതെ തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് ഹെൽത്തി ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പാലപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പാലപ്പം എടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ഞാനിങ്ങനെ പരത്തി എടുക്കും കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. ഇങ്ങനെ കണ്ട ഹോളുമായിട്ട് വരുന്നത്, നടുക്ക് ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽക്കത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. സൈഡിൽ മാത്രം കുറച്ച് കനക്കുറവും നടുക്ക് ഇങ്ങനെ ഒരുപാട് പൊങ്ങി നിൽക്കുന്ന പാലപ്പങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം എനിക്കിങ്ങനെ മൊരിഞ്ഞിരിക്കണം, സെൻറ്ററിൽ ചെറുതായിട്ട് മാത്രമേ പൊങ്ങിയിരിക്കുള്ളൂ. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം. ഭയങ്കര എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. കാരണം ടൈം കുറച്ച് എടുത്താലും വേണ്ടില്ല. ദോശ ചുടുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലർ ദോശയാണെങ്കിൽ 2 തവിക്കുള്ളത് കോരി ഒഴിച്ച് നല്ല കട്ടിക്ക് പെട്ടെന്ന് അങ്ങ് ചുട്ടു തീരും. എനിക്ക് ആ പരിപാടി ഇഷ്ടമല്ല. ഒരു ചെറിയൊരു തവിക്കുള്ളത് ഇങ്ങനെ പരത്തി തിന്നായിട്ടാണ് ഞാൻ എപ്പോഴും ദോശക്കല്ലിൽ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എണ്ണം എടുത്താണ് ഞാൻ മുട്ട പുഴുങ്ങിയത്. പറഞ്ഞിട്ട് കാര്യമില്ല. അച്ചുകുട്ടിയുടെ മുട്ട വേണമെന്ന് ഭയങ്കര ബഹളമായിട്ട് അവൻ അതിൽ നിന്ന് തന്നെ ഒരു മുട്ട എടുത്ത് കഴിച്ചു. ഞാൻ നോക്കി പെട്ടെന്ന് ചെറപ്പ സൗണ്ട്. അപ്പം ഞാൻ ഇറങ്ങിപ്പോയി നോക്കിയപ്പോൾ മഴ ചാറുന്നുണ്ട്. വേനൽ മഴയാണ്. അവിടെയൊക്കെ മഴ പെയ്തോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു മഴയായിരുന്നു. ഇടിയോടുകൂടി ഒരു 3/4 മണിക്കൂറത്തെ മഴയൊക്കെ പെയ്തു. അപ്പം ഞങ്ങൾക്കിവിടെ പൂച്ചയുണ്ട്. ഒന്നല്ല കേട്ടോ, കുറേ ഉണ്ട്, 5-6 ഉണ്ട്. ഒന്നിനെ അകത്ത് കയറ്റാറില്ല. പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ഫുഡ് കൊടുക്കും. അപ്പം വൈകിട്ട് അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ചാച്ചൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പൂച്ചക്കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ പോയ സമയത്ത് ചാച്ചനെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു എല്ലാം ഇളക്കണേന്ന്. അപ്പം എല്ലാം ഇടയ്ക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിരുന്നു. അപ്പം മുട്ടയും ഇട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ നമ്മൾ വെക്കുക. കാരണം ഇനി ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. 1ാം പാൽ ഒഴിച്ചാൽ മാത്രം മതിയാകും. അപ്പം നമ്മുടെ പാലപ്പവും എഗ് സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊന്ന് കഴിക്കാൻ പോവാണ്. കാരണം എനിക്ക് ഈ സ്റ്റൂ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആദ്യമേ ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ പോവാണ്. ചാച്ചൻ അവിടെ ക്യൂവിൽ നിൽപ്പുണ്ട്. അപ്പോൾ എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചാച്ചനെ ഞാൻ എടുക്കാത്തത്. അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കുകയാണ്. ബാക്കിയുള്ളവർ പെയ്യേ വരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി ബ്ലോഗ്. റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ